നമസ്കാരം. ജമ്മു കാശ്മീരിൽ നാളെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരും. അതോടുകൂടി ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും. നിലവിൽ 5 അംഗങ്ങൾ കൂടി നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കം ജമ്മു കാശ്മീരിൽ പുതിയ രാഷ്ട്രീയ തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൂടാതെ ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനം BJPക്ക് തന്നെ അനുകൂലമാകുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്ക് സഭയിൽ വോട്ടവകാശം കൂടി അനുവദിച്ച് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് ഇന്ത്യ സഖ്യവും PDPയും ആരോപിക്കുന്നുണ്ട്. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസും PDPയും പറഞ്ഞു. അങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ടു പോയാലും ആ നടപടി തള്ളിപ്പോകാനും ഇന്ത്യ സഖ്യത്തിനും അതുപോലെ കോൺഗ്രസിനും PDPക്കും ഒക്കെ തിരിച്ചടി നേരിടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിയമസഭയിലേക്കുള്ള വനിതാ പ്രാതിനിധ്യം പര്യാപ്തമല്ലെന്ന് തോന്നിയാൽ 2 അംഗങ്ങളെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിക്കൊണ്ടുള്ള 2019 പുനഃസംഘടനാ നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ഇതിനൊപ്പം 3 അംഗങ്ങളെ കൂടി നാമനിർദ്ദേശം ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 കാശ്മീരി പണ്ഡിറ്റുകൾ, പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്തവരിൽ നിന്ന് ഒരാൾ എന്നിങ്ങനെ 3 പേർ എന്നാണ് വ്യവസ്ഥ. അതായത് ജനങ്ങൾ വോട്ട് ചെയ്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന 90 MLAമാർക്ക് പുറമെ കേന്ദ്ര താല്പര്യപ്രകാരം 5 പേരെ കൂടി നിയമസഭയിലേക്ക് അധികമായി എത്തും. തന്ത്രപരമായ മൗനമാണ് കേന്ദ്രം പാലിക്കുന്നതെങ്കിലും പുതുച്ചേരി മാതൃക പിന്തുടർന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്കും വോട്ടവകാശം ലഭിക്കുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ തന്നെയുണ്ട്. 3 ഘട്ടമായി പൂർത്തിയായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുന്നോടിയായി ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും നാമനിർദ്ദേശ നടപടികളുമായി ബന്ധപ്പെട്ട ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 5 അംഗങ്ങൾ കൂടിയാകുമ്പോൾ സഭയുടെ അംഗബലം 90-ൽ നിന്ന് 95 ആകും. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളുടെ എണ്ണം 48 ആണ്. BJP സഖ്യത്തിന് 43 MLAമാരെ തിരഞ്ഞെടുപ്പിലൂടെ ലഭിച്ചാൽ ഈ എണ്ണം തികയ്ക്കാനാകും. മറ്റു കക്ഷികൾക്ക് ഈ സ്ഥാനത്ത് 48 തന്നെ വേണം. പുതുച്ചേരി നിയമസഭയുടെ ആകെ അംഗബലം 33 ആണ്. ഇതിൽ 3 അംഗങ്ങൾ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്തവരാണ്. ഇവർക്ക് വിശ്വാസ പ്രമേയം, അവിശ്വാസ പ്രമേയം, ബഡ്ജറ്റ് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും വോട്ടവകാശമുണ്ട്. എന്നാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. 1963 ഗവൺമെന്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആക്ട് പ്രകാരമാണ് നാമനിർദ്ദേശം അനുവദിക്കുന്നത്. പുതുച്ചേരി മാതൃകയിൽ വരുമ്പോൾ ജമ്മു കാശ്മീരിൽ വന്ന പുതിയ 5 പേരെ നാമനിർദ്ദേശം ചെയ്യുമ്പോഴും അവർക്ക് നിയമങ്ങൾ ബാധകമാണ്.